കഴിഞ്ഞ ദിവസം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയിൽ നിന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി അരുൺ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി എന്നെ വിളിക്കുകയുണ്ടായി. അരുൺ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്നൊരു ഇൻ്റർവ്യൂവിൽ വളരെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. അതിനിടയിൽ ഞാൻ അരുണിനോട് ചോദിച്ചു, എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് നിന്നോട് ചോദിച്ചതെന്ന്. അപ്പോൾ അരുൺ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ ലോങ് ഡു യു വാണ്ട് ടു വർക്ക് ഹിയർ? അപ്പോൾ പൊതുവെ നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണിത്. ഹൗ ലോങ് ഡു യു വാണ്ട് ടു വർക്ക് ഹിയർ, അല്ലെങ്കിൽ ഹൗ ലോങ് ഡു യു ഇൻറ്റൻഡ് കീപ്പിംഗ് ഓൺ ദിസ് ജോബ്? ഓക്കെ, അപ്പോൾ എത്ര കാലം നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. So firstly, we need to understand that our interviewer or the employer doesn't want to know your future plan. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂവർ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പൊതുവെ ഏതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ നമുക്ക് വേറൊരു ലക്ഷ്യം പലപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ്, വാട്ട് വിൽ യു ഡു ഇഫ് യു ആർ നോട്ട് സെലക്റ്റഡ് ഫോർ ദിസ് ജോബ്? ഈ ജോലിക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ വേറൊരു ലക്ഷ്യം അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വിശദീകരിക്കുന്നത് ഹൗ ലോങ് ഡു യു വാണ്ട് ടു വർക്ക് വിത്ത് അസ്? ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഇൻ്റർവ്യൂവർ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ആളാണ്. ചില ആളുകളൊക്കെ ഉണ്ട്, ഒരു ജോലിയൊക്കെ കിട്ടി 1-2 വർഷങ്ങളൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ കാണുകയാണെങ്കിൽ അങ്ങോട്ട് ജമ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ജമ്പിങ് മൈൻഡുള്ള വ്യക്തിയാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ തന്നെ ദീർഘകാലം സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണോ എന്നറിയാനാണ് യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂവർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇൻ്റർവ്യൂവറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഹയർഡ് ഫോർ ദ ജോബ് ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു സാമ്പിൾ ആൻസറാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള ആൻസറുകൾ നിങ്ങൾ പഠിച്ച് അത് നന്നായി പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. Speak Easy English Academy, the #1 English training center in India.